ഹായ് ഓൾ, എല്ലാവർക്കും എബീസ് മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക്, SSC, RRB പോലെ എക്സാമുക്ക് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: എ ഷോപ്പ് കീപ്പർ മാർക്കഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് ₹5,000. ദ ഷോപ്പ് കീപ്പർ അലൗ സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 20%, 15% ആൻഡ് 10%. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്ക് നോക്കിക്കാം. A shopkeeper marked an article at ₹5,000. ഒരു കടക്കാരൻ ഒരു സാധനം അയാളുടെ കയ്യിലുണ്ട്. അയാൾ അതിൻ്റെ MRP എത്ര എഴുതുകയാണ്? 5,000 എന്ന് മാർക്ക് ചെയ്യുന്നു. അതിൽ എഴുതിയേക്കുന്ന MRPയിൽ 5,000 എന്നാണ് കാണുന്നത്. പക്ഷേ കടക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? അലോ സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ്, ആദ്യം അയാൾ 20% ഡിസ്കൗണ്ട് കൊടുക്കും. അതിനുശേഷം അയാൾ ഒരു 15% ഡിസ്കൗണ്ട് കൊടുക്കും. ദെൻ ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കും. ഇങ്ങനെ സക്സസീവ് ആയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കുക, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ഇയാൾ മാർക്ക് ചെയ്തേക്കണം എത്രയാണ്? 5,000 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 5,000ൻ്റെ 20% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, 5,000ൻ്റെ 20%. അപ്പോൾ 5,000 20% കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് 20%ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ 20% കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5,000/5 എത്ര കിട്ടും? ₹1,000. അപ്പോൾ അയാൾ 20% 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ₹1,000 ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ അയാളുടെ വില, സാധനത്തിൻ്റെ വില എന്തായിരിക്കും? 5,000 മൈനസ് 1,000 എത്ര കിട്ടി? 4,000. ഇനി ഇയാൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 15%. അത് എന്തിൻ്റെയാ? ഈ 4,000ൻ്റെ 15% ആണ്. ഓർത്ത് വെച്ചാൽ സക്സസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 5,000 ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ ഉള്ള വില 4,000 ആണ്. അതിൻ്റെ 15% ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, 15% കാണാൻ വേണ്ടി നമുക്ക് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ 10%ൻ്റെ ഫ്രാക്ഷൻ അറിയാം. എത്രയാ? 1/10 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ 10% കാണാൻ പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 10% പ്ലസ് 5% ആണ് 15%. അപ്പോൾ എങ്ങനെ കാണുമെന്ന് പറഞ്ഞുതരാം. ഈ 4,000ൻ്റെ 15% കാണണ്ടേ? അപ്പോൾ 4,000ൻ്റെ 15% കാണാൻ വേണ്ടി 10% എത്രയായിരിക്കും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 400. 4,000നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 400 പ്ലസ് 5% കൂടെ ചെയ്യുമ്പോൾ 15 ആവും. അപ്പോൾ 5% കാണാൻ വേണ്ടി എന്ത് ചെയ്യും? 10%ൻ്റെ ഹാഫ് എടുത്താൽ മതി. 10% എത്രയാ? 400. 400ൻ്റെ ഹാഫ് എത്രയാ? 200. ഇതാണ് ഡിസ്കൗണ്ട്. എത്ര? 600 എന്ന് കിട്ടി ഡിസ്കൗണ്ട്. അപ്പം 4,000ൽ നിന്ന് 600 ഡിസ്കൗണ്ട് കൊടുത്താൽ ഇപ്പോൾ അതിൻ്റെ വില എന്തായി? 4,000 മൈനസ് 600 എത്രയുടെ ആൻസർ? 3,400. ഇനി അയാൾ അവസാനം എന്ത് ചെയ്യുന്നു? ഒരു 10% കൂടെ ഡിസ്കൗണ്ട് കൊടുക്കും. അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഈ 3,400ൻ്റെ 10%. അപ്പോൾ 3,400ൻ്റെ 10% എന്ന് എത്രയായിരിക്കും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3,400നെ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 340 ആണ് കൊടുക്കുന്ന ഡിസ്കൗണ്ട്. 340 ഡിസ്കൗണ്ട് കൊടുത്താൽ ഇപ്പോൾ സാധനത്തിൻ്റെ വില എന്തായിരിക്കും? 3,400ൽ നിന്നാണ് 340 ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എത്രയുടെ ആൻസർ? 3,060 എന്ന് കിട്ടും. അപ്പോൾ ഈ സാധനത്തിൻ്റെ വില എന്തായിരിക്കും ഇപ്പോൾ? അയാൾ, അതായത് ഈ സാധനത്തിൻ്റെ വില 5,000 ആയിരുന്നു. അയാളുടെ ഡിസ്കൗണ്ട് കൊടുത്ത് ഇപ്പോൾ എത്രയായി? 3,060ലെത്തി. ആൻസർ ഏതാണ്? ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.